ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഈ പഠിച്ച ഇലക്ട്രോണിക്സ് ആവട്ടെ ഇലക്ട്രിക്കൽ ആവട്ടെ, അപ്പം പലർക്കും എങ്ങനെ അന്വേഷിക്കണം എന്ന് പോലും അറിയില്ല. അപ്പം ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിലൊരു ഐറ്റമാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇനിയുള്ള കാലത്ത് നിങ്ങൾക്കറിയാം, പെട്രോളിൻ്റെ വാഹനങ്ങളൊക്കെ കുറഞ്ഞ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ അതായത് EVയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സംശയം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തുടങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞു തരുന്ന സ്കൂട്ടർ, ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാണം നിങ്ങൾക്ക് ഒരാൾക്ക് വേണമെങ്കിൽ ഒരാൾക്ക് തുടങ്ങാം. ഇനി ഫ്രണ്ട്സ് 2, 3 അല്ലെങ്കിൽ 4 പേര് ചേർന്നിട്ട് വേണമെങ്കിൽ അങ്ങനെ തുടങ്ങാം. അപ്പം പലർക്കും ഇതെങ്ങനെ തുടങ്ങണം, എന്താണ് ഇതിൻ്റെ ആ ബേസിക് അടിസ്ഥാനം അറിയില്ല. ഇത് വളരെ വലിയൊരു സംഭവമാണ്, ആർക്കും സാധിക്കില്ല എന്നുള്ള തോന്നലുകൊണ്ടാണ് ഇങ്ങനെ ബ്ലോക്കായിരുന്നത്. അപ്പോൾ നിങ്ങൾ പരിപൂർണമായിട്ട് ആ ബ്ലോക്ക് മുഴുവൻ മാറ്റിത്തരിക എന്നുള്ളതാണ്. എങ്ങനെ തുടങ്ങും, ആദ്യമായിട്ടില്ലേ എന്തൊക്കെ ലൈസൻസുകൾ വേണം, പാർട്സുകൾ എവിടുന്ന് വാങ്ങും, ഇത് അസംബിൾ ചെയ്യുന്നത് എങ്ങനെയാണ്, എവിടെ തുടങ്ങണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മളിതിനകത്ത് പറഞ്ഞുതരും. നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഭാഗത്തിൽ അല്ലെങ്കിൽ 1, 2 ഭാഗം വേണ്ടി വന്നേക്കാം. ലെങ്ത് കൃത്യം പറയാൻ പറ്റില്ല. കഴിയുന്ന സമയത്ത് നമുക്കറിയും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാവും. അതിൻ്റെ അഡ്രസ്സ്, ലൈസൻസ് അപ്ലൈ ചെയ്യേണ്ട അഡ്രസ്സ്, എല്ലാ ഡീറ്റെയിൽസും തരാം. പിന്നെ ആദ്യമേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എല്ലാ മാനുഫാക്ചറിങ് കമ്പനികളും, കാറാവട്ടെ സ്കൂട്ടർ ആവട്ടെ പെട്രോൾ, ഇതൊന്നും ഒരു കമ്പനി ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. മെയിൻ മാർക്കറ്റിംഗ് ചെയ്യുന്ന കമ്പനി അഥവാ ട്രേഡിംഗ് കമ്പനി അസംബ്ലിംഗ് ആണ് അവർ ചെയ്യുന്നത്. അങ്ങനെ സാധിക്കൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ EVൻ്റെ കാര്യത്തിൽ അതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ബാറ്ററി, അത് കഴിഞ്ഞാൽ മോട്ടോർ, പിന്നെ കൺട്രോൾ സ്വിച്ച്, പിന്നെ ചേസിസ് വരുന്നു, പിന്നെ PVC ഭാഗങ്ങൾ, ഇതെല്ലാം മോൾഡ് ചെയ്യിക്കുന്നു. പുറത്ത് സബ് കോൺട്രാക്ട് കൊടുത്ത് ഓരോ കമ്പനിയിൽ കൊടുക്കുന്നു. നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എവിടുന്ന് ചെയ്യിക്കണം, അഡ്രസ്സൊക്കെ നെറ്റിൽ എങ്ങനെ നോക്കണം, കണ്ടുപിടിക്കണം, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളത് എൻക്വയറി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വരും. അതൊന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയും. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, നിങ്ങൾ 2, 3 പേര് ചേർന്നാണ് തുടങ്ങുന്നതെങ്കിൽ കുറച്ചൊരു ഇലക്ട്രോണിക്സ് അറിയുന്ന ആൾ, ബേസിക് ഇലക്ട്രോണിക്സ് മതി കേട്ടോ. ഭീകരമായ അറിവൊന്നും വേണ്ട, ഇതിൽ വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. അല്ല ഇലക്ട്രിക്കൽ അതാവാം, ജസ്റ്റ് മൾട്ടിമീറ്ററൊക്കെ ഒന്ന് ഉപയോഗിക്കാനുള്ള പരിചയം, അങ്ങനെ ഒരാളായിരുന്നു നല്ലത്. 2 ഡിസൈനിങ് അറിയുന്നു. ഇപ്പം ഫ്യൂഷൻ 360 എന്നൊക്കെ പറയുന്ന CAD സോഫ്റ്റ്വെയറുകളൊക്കെ നന്നായിട്ട് ചെയ്യാൻ അറിയുന്ന ആളും കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിങ്സും പല പാർട്ടുകളും അല്ലെ ഹെഡ്ലൈറ്റും ഇതൊക്കെ ഒറ്റയ്ക്ക് പല ഡിസൈനും ചെയ്ത് നോക്കാൻ കഴിയും. ഇനി അതില്ലെങ്കിൽ വേറെ ആളെ കൊണ്ട് ചെയ്യിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ മോൾഡിങ് സെക്ഷനിൽ കൊടുത്ത് അവർ ചെയ്തു തരും. മോട്ടോറൊക്കെ വാങ്ങുന്നു. പിന്നെ ചെയ്സ് മാനുഫാക്ചർ ചെയ്തു തരുന്ന ഒരുപാട് കമ്പനിയുണ്ട്. നിലവിലെ പല കമ്പനികൾക്കും സപ്ലൈ അത് മാത്രം ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ മെഷർമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർ ചെയ്തു തരും. പിന്നെ പഠിക്കാനാണെങ്കിൽ ഇതിന് നിങ്ങൾ പ്രത്യേകിച്ച് ലിസ്റ്റൊന്നും തയ്യാറാക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വെഹിക്കിൾ എവിടെയെങ്കിലും വില കൊടുത്ത് വാങ്ങാമല്ലോ. വാങ്ങിയതിന് ശേഷം അത് മൊത്തം അഴിച്ച് അങ്ങോട്ട് പാർട്സാക്കുക, ഓരോ സ്ക്രൂവും നട്ടും പോട്ടും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കോപ്പി ചെയ്യാനല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഇതിൻ്റെ പേര് ലിസ്റ്റ് തയ്യാറാക്കാം. ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓരോ പാർട്ടും എവിടെ കിട്ടും നിങ്ങളനുസരിച്ച് അതിൻ്റെ എൻക്വയറി. ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതാണ്, അങ്ങനെ ഇമ്പോർട്ട് ചെയ്തു തരുന്ന പാർട്ടികളുണ്ട്. ഇവിടെ കോയമ്പത്തൂർ സപ്ലയേഴ്സ് ഉണ്ട്, ബാംഗ്ലൂരുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. അതെടുത്തതിന് ശേഷം ലിസ്റ്റായി പിന്നെ വീണ്ടും നിങ്ങൾക്ക് അസംബിൾ ചെയ്തിട്ട് അത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ തന്നെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് അവിടെ കിട്ടിക്കഴിഞ്ഞു. മാർക്കറ്റിംഗ് പരിചയമുള്ള ആൾ. ഇനി ആദ്യം ഒരു മാസം ഒരു 10 വാഹനം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാം. അത് കഴിഞ്ഞ് പിന്നെ എക്സ്പാൻഷനെ കുറിച്ച് ചിന്തിക്കാം. ആദ്യം തന്നെ 100 കണക്കിന് വാഹനങ്ങളൊന്നും ചെയ്ത പ്ലാനിലേക്ക് പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളെ കഴിവിനനുസരിച്ച്, കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഫീൽഡിൽ വരുമ്പോൾ 1 വർഷം കൊണ്ട് തന്നെ നിങ്ങളിൽ എക്സ്പെർട്ടായി മാറും. മാത്രമല്ല, ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങുന്ന സമയത്ത് അതിൽ 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് പേർക്ക് തൊഴിൽ സാധ്യതയുണ്ട്. ഇതിപ്പം തുടക്ക കാലഘട്ടമാണ് EV. ഇനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ, ഈ വർഷം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ 2026 ഞാനിത് പറയുന്നത്. ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ ഒരു 1000-ലധികം കമ്പനികൾ ഇവിടെ വരും. ഇന്ത്യയിൽ പുറത്തും ഉണ്ടാവാം. കമ്പനികൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ബാറ്ററീൻ്റെ സെക്ഷൻ അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാറ്ററീൻ്റെ ലൈഫ് എങ്ങനെ കൂട്ടാം, ചാർജിങ് ടൈം കൂട്ടാം, അതൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ പ്രോഡക്റ്റ് വാങ്ങുന്നു, അത് ഇൻക്ലൂഡിങ് BMS സഹിതമാണ് വരുന്നത്. BMS എന്നൊക്കെ പറഞ്ഞാൽ ഒരു സർക്യൂട്ട് ബോർഡാണ്. കമ്പ്യൂട്ടർ നിങ്ങൾ എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത്? മദർ ബോർഡ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യല്ലല്ലോ, നിങ്ങൾ വാങ്ങുന്നു, അതിൻ്റെ പിൻസ് കണക്ഷൻ കൊടുക്കുന്നു. അതുപോലെ ബാറ്ററീൻ്റെ BMS ആണെങ്കിലും അത് റെഡിമെയ്ഡ് അവൈലബിൾ ആണ്. അത് വാങ്ങുന്നു, സെൽസ് വാങ്ങുന്നു, ലിഥിയം അയോൺ ബാറ്ററി, സെൽസ് എങ്ങനെ സോൾഡർ ചെയ്യാം, അതിനൊക്കെ ഒരുപാട് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അതാണ് സ്കിൽ വർക്ക് എന്ന് പറയുന്നത്.
അപ്പോൾ സ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതോടുകൂടി നിങ്ങൾ ഓട്ടോമാറ്റിക് അതിലേക്കായി മാറും. പിന്നെ ഓരോ കമ്പനിയും നിങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ഈ വെഹിക്കിളിൻ്റെ കാര്യം മാത്രമല്ല, എന്താണെങ്കിലും അതിൽ ക്വാളിറ്റി ഉണ്ടല്ലോ. ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ടൈപ്പ് ക്വാളിറ്റിയുള്ളത് എനിക്ക് വേണം. അപ്പോൾ സ്വല്പം ആദ്യഘട്ടത്തിലൊക്കെ വില കൂടിയാലും നല്ല കമ്പോണൻറ്റ് ഉപയോഗിച്ച് നല്ലൊരു പേരെടുക്കണം. ഒരു ലോക്കൽ വെഹിക്കിളിലേക്ക് ഒരിക്കലും ഇറങ്ങരുത്. പിന്നെ കൃത്യമായ ലൈസൻസുകളൊക്കെ കീപ്പ് ചെയ്യാം. പിന്നെ ഫൈനൽ വരുന്നത് എവിടെ തുടങ്ങണം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം പറയില്ല. നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിലാണോ അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓരോ സ്റ്റേറ്റിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ വ്യക്തിപരമായിട്ട് തിരഞ്ഞെടുക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല എവിടെ തുടങ്ങണം എന്നുള്ളതിന്. ബാക്കി ഇതിനു വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൊടുക്കും. ഇനി ഞാൻ മോണിറ്ററിൽ വെച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് വേണ്ടത്, ആദ്യത്തെ സ്റ്റേജ് എന്താണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞത്. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ തുടങ്ങാൻ സാധിക്കും. ഒറ്റയ്ക്ക് തുടങ്ങാം, ഗ്രൂപ്പായി തുടങ്ങാം. അതിന് വേണ്ട നിർദ്ദേശങ്ങൾ, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അത് ഞാൻ ചെയ്യുന്നു. സ്കൂട്ടർ നിർമ്മാണ കമ്പനി തുടങ്ങാൻ എന്തൊക്കെയാണ് വേണം, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് വെഹിക്കിൾ കാറ്റഗറി ഡിസൈൻ. കാറ്റഗറി മീൻസ് ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങുക, അല്ലെങ്കിൽ സമാനമായ ഒരു ആശയം സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാം. ഹൈ സ്പീഡ് വണ്ടിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് ടൈപ്പ് വരുന്നുണ്ട് EV. ഒന്ന് 25 km/h സ്പീഡ് കുറഞ്ഞതിന് അതിൻ്റെ രജിസ്ട്രേഷനും കാര്യമൊക്കെ ഈസിയാണ്, അതിന് സ്ട്രിക്റ്റ് അല്ല, അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറൊന്നും ആവശ്യമില്ല. പക്ഷേ 25 എബോവ് 25 km, അതായത് 100 km ഒക്കെ വരുന്ന നല്ല വണ്ടി ചെയ്യുകയാണെങ്കിൽ ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ലൈസൻസ്, ആദ്യത്തെ ലൈസൻസ് എന്ന് പറയുന്നത് നിങ്ങളെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത്, കോർപ്പറേഷൻ, അവിടുത്തെ സാധാരണ എല്ലാ ഷോപ്പിനും അല്ലെങ്കിൽ ഫാക്ടറിക്ക് എടുക്കുന്ന പോലുള്ള ലൈസൻസ് അത് ആദ്യം എടുക്കണം. പിന്നീട് ബിസിനസ് രജിസ്ട്രേഷൻ, അത് തൊട്ടടുത്തുള്ള അക്കൗണ്ടിങ് ചെയ്യുന്ന എല്ലാവർക്കും ചെയ്തു തരാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്കും നെറ്റ് വഴി ചെയ്യാം. ഇപ്പോൾ എല്ലാത്തരം രജിസ്ട്രേഷനും നെറ്റ് വഴി ഓൺലൈനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് വിഷയമല്ല. ഞാൻ ഈ പറയുന്ന പേരൊക്കെ ടൈപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. നോക്കൂ, ഈ MSME, ഇത് സാധാരണ എല്ലാ ഇൻഡസ്ട്രികളും അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സൊക്കെ എടുക്കുന്നതാണ്. MSME രജിസ്ട്രേഷൻ വേണം, ഉദ്യം വേണം. ഈ ഉദ്യം രണ്ടിലൊന്ന് എടുക്കാം. അതിൻ്റെ വ്യത്യാസം എന്താ നിങ്ങളൊന്ന് റെഫർ ചെയ്താൽ. പ്ലസ് GST രജിസ്ട്രേഷൻ സെയിൽസിന്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ പ്രോപ്പർ എൻജിനീയറിംഗ് ഡിസൈൻ, ഇതിനകത്ത് CAD സോഫ്റ്റ്വെയർ പരിചയമുള്ള ആരോടെങ്കിലും ബന്ധപ്പെടുക. നിങ്ങൾക്കറിയാമോ, അങ്ങനെ ചെയ്യാം. CAD എന്ന് പറഞ്ഞാൽ സോളിഡ് വർക്ക്സ് എന്നുള്ള പേരിൽ വരുന്നുണ്ട്, ഫ്യൂഷൻ 360, ഇതൊക്കെ CAD സോഫ്റ്റ്വെയർസ്. അതിലാണ് സ്കൂട്ടറും ഏത് വാഹനം ഡോറും എല്ലാം ഡിസൈൻ ചെയ്യുന്ന അതിനകത്താണ്. അപ്പോൾ അത് പരിചയമുള്ളവരോട് നോക്കാം. അല്ലെങ്കിൽ അത് ചെയ്തു തരുന്ന ആരെങ്കിലും ഉണ്ടോ, ജസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലും കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ ചേസിസ് സ്ട്രെങ്ത്ത്, അതിൻ്റെ ഫ്രെയിം, മൊത്തം ഒരു ഫ്രെയിമിലാണല്ലോ മോട്ടോറും ബാറ്ററിയൊക്കെ ഫിക്സ് ചെയ്യുക, അതിനാണ് ചേസിസ് എന്ന് പറയുന്നത്. പിന്നെ ബ്രേക്കിംഗ് സിസ്റ്റം, അതിൻ്റെ സേഫ്റ്റി എല്ലാം വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ പ്രോട്ടോ ടൈപ്പ് ഡെവലപ്മെൻറ്റ്, ഇത് നിർബന്ധമാണ്. ഒറിജിനൽ വെഹിക്കിളിൽ അല്ല നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. ടെസ്റ്റിന്, എല്ലാ ടെസ്റ്റിനും പ്രോട്ടോടൈപ്പ് എന്ന് പറയും. അപ്പോൾ ആ ഫീൽഡിൽ പരിചയമുള്ളവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് പ്രോട്ടോടൈപ്പ് നിങ്ങൾ ചെയ്യിക്കുക, ടെസ്റ്റിന് അയക്കാൻ വേണ്ടി. ഫൈനൽ പ്രൊഡക്ഷൻ ആവശ്യം വരുന്നില്ല, അതിൻ്റെ മോഡൽ വരുന്നില്ല. പിന്നെ അടുത്ത് നോക്കൂ, കോമ്പോണൻ്റ് സെലക്ഷൻ, അതാണ് ഏറ്റവും ക്രൂഷ്യൽ പാർട്ട്. ഇതിൻ്റെ ലിഥിയം ബാറ്ററി, ഈ AS156 ആ ടൈപ്പ് നല്ല ഹൈ ക്വാളിറ്റി ആയിരിക്കണം, എങ്കിലും നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടും. പിന്നെ മോട്ടോർ ഹൈ പവർ BLDC മോട്ടോറാണ് യൂസ് ചെയ്യുന്നത്. കൺട്രോളർ മാച്ച്ഡ് റേറ്റിംഗ്, ആ മോട്ടോറിന് മാച്ച് ആവുന്ന റേറ്റിംഗുള്ള നല്ല എല്ലാം ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെ വാങ്ങുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്രൂവൽ കിട്ടൂ. ചീപ്പ് പാർട്സ് യൂസ് ചെയ്താൽ അപ്രൂവൽ ഫെയിൽ ആവും, പ്രത്യേകം ശ്രദ്ധിക്കുക. ടെസ്റ്റിംഗ് ഏജൻസി അപ്ലൈ ചെയ്യുക. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് എൻ്റെ പേര്, ARAI. ടൈപ്പ് ചെയ്ത് അപ്പോൾ തന്നെ അഡ്രസ്സ് കിട്ടും. നമുക്കിവിടെ അടുത്ത് മഹാരാഷ്ട്ര പൂനെയിലാണുള്ളത്, അവിടേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. അവരാണ് നിങ്ങൾക്ക് വാഹനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരേണ്ടത്. RTO രജിസ്ട്രേഷനൊക്കെ പിന്നീടാണ്. നിങ്ങൾ വെക്കുന്ന ഓരോ വണ്ടിക്കും നമ്പർ പ്ലേറ്റ് വേണം, RTO രജിസ്ട്രേഷനും അതിവിടെ RTO ഓഫീസിൽ വെച്ച് ചെയ്യാവുന്നതാണ്. ഇത് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള അംഗീകാരം കിട്ടണമെങ്കിൽ ഇവരെ ARAI അവരെ സമീപിക്കുക, പൂന. അതിൻ്റെ അഡ്രസ്സ് നെറ്റിലുണ്ട്, അപ്പോൾ തന്നെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഹോമോലോഗേഷൻ ടെസ്റ്റിംഗ്, ഇത് ഒരു മെയിൻ സെറ്റപ്പാണ്. അതിനെന്തൊക്കെയാണ് വരുന്നത് നോക്കൂ. ബ്രേക്ക് ടെസ്റ്റ്, വണ്ടീൻ്റെ ബ്രേക്ക് കാര്യക്ഷമമാണോ എന്ന് നോക്കണം. സ്പീഡ്, എത്രത്തോളം സ്പീഡ് വണ്ടിക്ക് വരുന്നുണ്ട്, അതിൻ്റെ റേഞ്ച് ടെസ്റ്റ്, ഇലക്ട്രിക്കൽ സേഫ്റ്റി, ബാറ്ററി സേഫ്റ്റി, ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ടെസ്റ്റിങ്ങിനാണ് ഈ 7ാമത്തെ ഭാഗം വരുന്നത്. പിന്നെ 8 നോക്കാം. 8 ടൈപ്പ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്, ടെസ്റ്റിംഗ് പാസ്സായാൽ അപ്രൂവൽ കിട്ടും. ഇതില്ലാതെ വെഹിക്കിൾ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല.
ഈ അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാങ്ങാൻ ഒരു ഷോറൂമിൽ വെച്ച് വിൽപ്പന നടത്താൻ സാധിക്കും. പിന്നെ വരുന്ന നോക്കൂ, CMVR സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് ഫോളോ ചെയ്യണം. അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് എന്ന് നിങ്ങൾ നെറ്റിൽ ടൈപ്പ് ചെയ്താൽ റൂൾസ് വരും. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ലൈറ്റുകൾ, ഹെഡ് ലൈറ്റ് ഒക്കെ എങ്ങനെയായിരിക്കണം, ഹോൺ എങ്ങനെയായിരിക്കണം, ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയാവണം, എല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. വെറുതെ എന്തെങ്കിലും ഒരു സംഗതി വെച്ചാൽ പോലെ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ പറ്റും. പിന്നെ ഫാക്ടറി സെറ്റപ്പ്, അസംബ്ലി യൂണിറ്റ്, ക്വാളിറ്റി കൺട്രോൾ സെറ്റപ്പ്, ഇത് രണ്ടും വേണം. ഏതെങ്കിലും ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്യുക, അപ്പോൾ കിട്ടും അതിനെന്താണെന്നുള്ളത്, അതിൻ്റെ ടൂൾസ്. ഒരു വലിയ വർക്ക്ഷോപ്പൊക്കെ നിങ്ങൾ ഏതെങ്കിലും യൂണിറ്റ് ചെന്ന് കഴിഞ്ഞാൽ സർവീസ് സെൻറ്ററിൽ പോലും ഇങ്ങനത്തെ സെറ്റപ്പ്, അസംബ്ലി യൂണിറ്റ് ഉണ്ടാവില്ല, ക്വാളിറ്റി കൺട്രോളും ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ സെറ്റപ്പ് രീതി നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇതിൻ്റെ മെഷീനറി സപ്ലൈ ചെയ്യുന്ന പാർട്ടികൾ, ഈ മാനുഫാക്ചറിങ് യൂണിറ്റിന് വേണ്ട ഉപകരണങ്ങൾ തരുന്ന ഒരുപാട് കമ്പനിയുണ്ട്. അവരെ ബന്ധപ്പെട്ടാൽ അവരെ റെപ്പ് വന്ന് നിങ്ങൾക്ക് ഫോട്ടോ സഹിതം അല്ലെങ്കിൽ നിങ്ങളെ എവിടെയും കൊണ്ട് കാണിച്ചു തരും എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ RTO രജിസ്ട്രേഷൻ ഞാൻ പറഞ്ഞില്ല, ഓരോ വെഹിക്കിളിനും രജിസ്ട്രേഷൻ വേണം, നമ്പർ പ്ലേറ്റ് വേണം, ഇൻഷുറൻസ് നിർബന്ധമാണ്. അത് സാധാരണ വെഹിക്കിളിന് വരുന്ന പോലെ വരും. സെയിൽസ് ആൻഡ് ആഫ്റ്റർ സർവീസ് നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സർവീസ് നെറ്റ്വർക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഐഡിയയും കൂടി കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ ഈ ഫീൽഡിലേക്ക് കടക്കാൻ പാടുള്ളൂ. എങ്കിലേ മാർക്കറ്റിൽ സക്സസ് ആവാൻ സാധിക്കും. ഇനി രജിസ്ട്രേഷൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി പാർട്സുകളൊക്കെ എങ്ങനെ വാങ്ങണം, എന്ത് ചെയ്യണം, ഓരോ പാർട്സും കിട്ടാവുന്ന സ്ഥലങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. EV സ്കൂട്ടറിൽ ബാറ്ററിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട്. അത് പ്രത്യേകം മനസ്സിൽ വേണം. ബാക്കിയൊക്കെ എന്ത് വന്നാലും ബാറ്ററിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അതിനാണ് ഗവൺമെൻറ് AS 156 എന്നൊരു സേഫ്റ്റി റൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ് ആ റൂൾ നോക്കാം. ഈ താഴെ പറഞ്ഞ കാര്യങ്ങളാണ് അതിനകത്ത്. ബാറ്ററി സേഫ്റ്റി സ്റ്റാൻഡേർഡാണിത്. ബാറ്ററി സേഫാണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ള റൂളാണ്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. ഇനി ഇതിനകത്ത് എന്തൊക്കെ നോക്കാം. തെർമൽ സേഫ്റ്റി, നിങ്ങൾക്കറിയാം ഈ ലിഥിയം അയോൺ ബാറ്ററി സംബന്ധിച്ച് കറക്റ്റ് പ്രോപ്പർ ചാർജിങ് അല്ലെങ്കിൽ അത് ഓവർ ഹീറ്റ് വരാനും പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തെർമൽ സേഫ്റ്റി, അതിൻ്റെ പ്രൊട്ടക്ഷൻ എന്തുമാത്രമുണ്ട്. ബാറ്ററി അധികം ചൂടായാലും പൊട്ടരുത് അല്ലെങ്കിൽ ഫയർ ആവരുത്, ഒന്നാമത്തെ കണ്ടീഷൻ അത്. ഓവർ ചാർജ് പ്രൊട്ടക്ഷൻ, ഫുൾ ചാർജ് ആയ ശേഷം എക്സ്ട്രാ ചാർജ് കിട്ടിയാലും ഡാമേജ് ആവരുത്, കട്ട് ഓഫിലേക്ക് പോകണം. പിന്നെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, സപ്പോസ് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നാൽ എവിടെ വയറിംഗ് സെക്ഷനിൽ എവിടെ വന്നു കഴിഞ്ഞാലും ബാറ്ററിക്ക് ഉടൻ തന്നെ ഓഫ് ആവാൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ആവാനുള്ള ഒരു സേഫ് കണ്ടീഷൻ വേണം. പിന്നെ വൈബ്രേഷൻ ടെസ്റ്റ്, വെഹിക്കിളിൽ എപ്പോഴും വൈബ്രേഷൻ വളരെ കൂടുതലായിരിക്കും ബാറ്ററിക്ക്. ആ വൈബ്രേഷനെ താങ്ങാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ ഡിസൈനിനകത്ത് വേണം. ഇതൊക്കെ മറ്റു വെഹിക്കിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ, വെള്ളം മഴക്കാലത്ത് കൊണ്ട് ഓടേണ്ടി വരും. ഒരുപാട് പൊടി വന്നു കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഷോർട്ട് സർക്യൂട്ടിലും വരാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളും ബാറ്ററിക്ക് യാതൊരു പ്രോബ്ലം വരരുത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം, BMS. ഇത് ബാറ്ററിയുടെ ബ്രെയിൻ, തലച്ചോറെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു യൂണിറ്റ് ഇത് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നതല്ല, ഓർക്കുക, അത് വാങ്ങുന്നതാണ്, പുറത്തുനിന്ന് വാങ്ങുന്നത്. ഒരു മദർ ബോർഡ് പോലെ നിങ്ങൾ വാങ്ങിയതിന് ശേഷം ഇതിലോട്ട് കണക്ഷൻ കൊടുത്താൽ മതി. വേറെ പ്രത്യേകം അത് വാങ്ങുന്നത് ഏറ്റവും നല്ല കമ്പനി സെലക്ട് ചെയ്ത് വാങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ജോലിയാണ് ടെമ്പറേച്ചർ, വോൾട്ടേജ് എല്ലാം കൺട്രോൾ ചെയ്യുക, കട്ട് ഓഫ് ചെയ്യുക. ഇതൊക്കെ ആ ബോർഡാണ് ചെയ്യുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ബോർഡ്, BMS എന്ന ബോർഡ്, സർക്യൂട്ട് ബോർഡാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഇനി ബാറ്ററിക്ക് വല്ല കെമിക്കൽ അല്ലെങ്കിൽ സ്വയമേ എന്തെങ്കിലും പ്രോബ്ലം വന്നാലും അതിന് സെക്യൂരിറ്റി വേണം. അതൊക്കെ BMS ബോർഡ് കണ്ടുപിടിക്കാനുള്ള സെൻസേഴ്സൊക്കെ അതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഹൈ സ്പീഡ് വെഹിക്കിളിനെ സംബന്ധിച്ച് AS 156 പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ അപ്രൂവൽ കിട്ടൂ, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബാറ്ററി, ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയ ബാറ്ററിയാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുക. ഇറങ്ങുന്നതിന് മുമ്പ് പഠിച്ചു കഴിഞ്ഞ് ഒരു 1-2 ആഴ്ച നിങ്ങൾ അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ശ്രമിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഡീറ്റെയിൽസ് കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്താൽ AS റൂൾ എന്താണ്, ബാറ്ററി, ഈ ലിഥിയം അയോൺ ബാറ്ററി, പിന്നെ അതുപോലെ BMSൻ്റെ ബോർഡ്, ഇതൊക്കെ സപ്ലൈസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അവരെടുത്തുനിന്ന് അതിൻ്റെ സ്പെക്ക് കിട്ടും. അത് വായിച്ച് നോക്കിയാൽ അതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസും എല്ലാം അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നല്ലൊരു കമ്പനി വെഹിക്കിൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത്
അതിൻ്റെ കമ്പനി അവരേതാണ് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ഓവർ കോംപ്ലിക്കേഷനിലേക്ക് ഒന്നും പോകണ്ട. ബാറ്ററിൻ്റെ വോൾട്ടേജ് എന്താണെന്ന് നോക്കാം. സ്കൂട്ടറിൻ്റെ പവർ ലെവലാണ് വരുന്നത് 48 വോൾട്ട്, 60 വോൾട്ട്, 72 വോൾട്ട്. നോർമൽ കണ്ടീഷനിൽ 48 മതി. ഒരു മീഡിയം ആണെങ്കിൽ 60 യൂസ് ചെയ്യാം. 72 ഹൈ സ്പീഡിനൊക്കെ ഏറ്റവും നല്ലത്. 72 വോൾട്ടെങ്കിലും ബാറ്ററിക്ക് വേണം. വോൾട്ടേജ് കൂടുക മീൻസ് അതിന് സ്പീഡ് കൂടും, അല്ലെ പിക്കപ്പ് കൂടും, പവർ കൂടും. എത്രത്തോളം വെഹിക്കിളിനെ സംബന്ധിച്ച് നിങ്ങൾ വോൾട്ടേജ് കൂടിയ ബാറ്ററി ഉപയോഗിക്കുന്നതോടുമാണ് അതിൻ്റെ പവർ കൂടുന്നത്. പിന്നെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് AH ആണ്, ആംബിയർ അവർ. ബാറ്ററി എത്ര ദൂരം, എത്ര മൈലേജ് എന്ന് പറയാം നമുക്ക് വാഹനത്തിൻ്റെ കാര്യത്തിൽ. UPSൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് എത്ര മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ ഇത് എത്ര മണിക്കൂർ കണ്ടിന്യൂസ് ആ ആംബിയറിൽ ഓടിക്കാൻ കഴിയും എന്നുള്ള. ചുരുക്കി ഒറ്റ വാക്ക് പറഞ്ഞാൽ AH കൂടുന്ന സമയത്ത് അതിൻ്റെ സമയദൈർഘ്യം അല്ലെ കിലോമീറ്റർ. 20 AH ഒരു 50 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ 40 AH 100 കിലോമീറ്റർ ഓടും. അങ്ങനെ AH കൂടുന്തോറും അതിൻ്റെ സമയം കൂടുതൽ കിട്ടും. അതാണ് AHൻ്റെ കാര്യം വരുന്നത്. ഇനി മോട്ടോറിൻ്റെ കാര്യമാണ് നോക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മോട്ടോറാണല്ലോ. അത് നോക്കാം. ബാറ്ററിൻ്റെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നത്. ഈ മോട്ടോറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. മോട്ടോർ നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ വോൾട്ടേജും വാട്ട്സും പറയണം. 250 വാട്ടിൻ്റെ വരുന്നുണ്ട്, അത് ലോ പവറിന് കണക്കാക്കാം. പിന്നെ 1000 വാട്ട് ഒരു മീഡിയം, 2000 വാട്ട് അല്ലെങ്കിൽ അതിൽ 2000 വാട്ട് പ്ലസ് എന്ന് വെച്ചാൽ അതിനേക്കാൾ കൂടുതൽ വരുന്ന ഹൈ പവറിനൊക്കെ അതാണ് യൂസ് ചെയ്യുന്നത്. അത് വാട്ട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? വണ്ടീൻ്റെ സ്പീഡ് കൂടും, പുള്ളിങ് പവർ കൂടും. എൻജിൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു എൻജിനായിട്ട് വർക്ക് ചെയ്യുന്നത് മോട്ടറാണ്. EVയിൽ 3000 വാട്ട് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബാറ്ററി വോൾട്ടേജ് സെലക്ട് ചെയ്യുമ്പോൾ ഏതാണോ ബാറ്ററി 60 വോൾട്ടിൻ്റെ ആണെങ്കിൽ മോട്ടോർ തീർച്ചയായിട്ടും 60 വോൾട്ടിൻ്റെ ആയിരിക്കണം എടുക്കുന്നത്. 72 വോൾട്ടിൻ്റെ ബാറ്ററി ആണെങ്കിൽ 72 വോൾട്ട്. വാട്ട്സ് എത്രയാവാം? 2000, 3000 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. എപ്പോഴും ഈ ബാറ്ററി വോൾട്ടേജും മോട്ടറിൻ്റെ വോൾട്ടേജും തുല്യമായിരിക്കണം, ഒരിക്കലും തെറ്റിപ്പോരുത്. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. BLDC മോട്ടറാണ് ഇതിനൊക്കെ വരുന്നത്, അതുകൊണ്ടാണ് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് BLDC എന്ന് പറയേണ്ട കാര്യമില്ല, BLDC ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ DC മോട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏത് ടൈപ്പ്, വീലിൽ കൊടുക്കുന്നതാണോ അല്ലെ ചേസിൽ കൊടുക്കുന്നതാണോ, മിഡ് ഡ്രൈവ് മോട്ടോർ, ചെയിൻ ഡ്രൈവ് മോട്ടോർ, അങ്ങനെയുള്ള ഹൈ പെർഫോമൻസ് ഏതിനാണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അത്തരത്തിലുള്ള മോട്ടോർ ബാറ്ററിക്ക് യോജ്യമായി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാര്യത്തിലൊക്കെ പഠിച്ചെങ്കിലും ബാറ്ററിയെക്കുറിച്ചും മോട്ടറിനെക്കുറിച്ചും മനസ്സിലാക്കിയെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഒരു മാനുഫാക്ചറിങ് കോസ്റ്റ് ഇന്നത്തെ നിലയ്ക്ക് എന്ത് വരും, ഏകദേശം വാങ്ങേണ്ട പാർട്സിൻ്റെ പേര്, ഇതറിയാൻ ആഗ്രഹം ഉണ്ടാവും. പറഞ്ഞുതരാം. ബാറ്ററി പാക്ക് നോക്കുകയാണെങ്കിൽ 60 വോൾട്ട് അല്ലെ 72 വോൾട്ട് AS 156 റേഞ്ചിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ 25,000 മുതൽ നിങ്ങൾക്ക് 45,000 വരെ വരും. ഏകദേശം ഒരു വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 50% വരുന്നത് എപ്പോഴും ഇതിന് തന്നെയായിരിക്കും. പിന്നെ കൺട്രോളർ എന്ന് പറയുന്നത് ഇതാണ് മോട്ടറിൻ്റെ കൺട്രോളർ. ഇങ്ങനെ കണക്റ്റേഴ്സാണ് വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ആ ഓരോ കണക്ടറും പ്രസ് ചെയ്താൽ മതി. കാരണം ഇത് നിങ്ങളല്ല മാനുഫാക്ചർ ചെയ്യുന്നത്, ബാറ്ററിയിലോട്ട് കണക്ഷൻ കൊടുക്കുന്നു. അസംബ്ലിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ഒരു 1000 വാട്ട് അല്ലെ 2000 വാട്ടിൻ്റെ BLDC മോട്ടറിന് 8,000 മുതൽ 18,000 രൂപ വരെ വരുന്നുണ്ട് ഏകദേശം ഇന്നത്തെ. പിന്നെ ചേസിസ് ഫ്രെയിമൊക്കെ വരും. ഇതാണ് എൻ്റെ ബോഡി ഫ്രെയിം, ഇതാണ് സെൻട്രൽ കാണുന്നതാണ് ഫ്രെയിം. പിന്നെ ഇതിൻ്റെ പാർട്സുകളാണ് ഓരോ ഭാഗത്തുള്ള എത്ര ഐറ്റം പാർട്സ് ഞാൻ പറഞ്ഞല്ലോ, അതൊന്ന് അഴിച്ച് നോക്കാൻ. ഇതിൻ്റെ കോസ്റ്റ് ചുരുങ്ങിയത് 8,000 അല്ലെ 15,000 വരും. പിന്നെ വീല്, സസ്പെൻഷൻ, ബ്രേക്ക് സിസ്റ്റം അങ്ങനെയെല്ലാം കൂടി വരുന്നത് അതൊരു 5 to 10 അതിന് വരും. പിന്നെ വയറിങ്, ഇലക്ട്രിക്കൽ വയറിങ് മൊത്തം. ഡിസ്പ്ലേ ബോർഡൊക്കെ റെഡിമെയ്ഡാണ്, നിങ്ങളൊന്നും ചെയ്യാനില്ല. ഈ പ്ലാസ്റ്റിക് മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കുക. ബാക്കി എല്ലാം ഇങ്ങനെ കിറ്റ് പോലെ റെഡിമെയ്ഡ് വരും. നല്ല കമ്പനി നോക്കുക. 3,000 രൂപ to 7,000 വരെ വരുന്നുണ്ട്. പിന്നെ ചാർജർ പ്ലസ് സ്മോൾ കമ്പോണൻസ് 2,000, ഒരു 5,000 രൂപ വരും. സർട്ടിഫിക്കേഷൻ കോസ്റ്റ് വരുന്നുണ്ട്. ARRI ടെസ്റ്റ് ചിലവ് വരുന്നതാണ്. അത് ഓരോ വെഹിക്കിളിനുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൂട്ടണം. 3,000 to 8,000 വരും. അസംബ്ലി, ലേബർ എല്ലാം ഉൾപ്പെടെ അത് വരും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പെർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 3 റേഞ്ചിലുണ്ടാക്കാം. ലോ അല്ലെങ്കിൽ ആവറേജ് അല്ലെങ്കിൽ പ്രീമിയം. 50,000 രൂപ നിങ്ങൾക്ക് ചെറിയ വണ്ടി ഉണ്ടാക്കാൻ കഴിയും. 65,000 മുതൽ 80,000 രൂപ വരെയാണ് ഒരു മിഡ് റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ 90,000 ആണ് പ്രീമിയം ഹൈ ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റുന്നത്. ഇത്രയാണ് നിങ്ങൾക്ക് വരുന്ന റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ അറിയാം ഏകദേശം 1,65,000, 2 ലക്ഷം, 2.5 ലക്ഷം അങ്ങനെയൊക്കെയാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത്. എല്ലാ കമ്മീഷനും കാര്യവും കൊടുത്ത് നിങ്ങളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ 3 റേഞ്ചിലും ഇത്രയാണ് നിങ്ങൾക്ക് വരുന്നത്. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.